ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ ഇരുന്നതിന്. മക്കളിലൊരാൾ അമ്മയുടെ സമീപത്തിരിക്കുകയായിരുന്നു. സംഭവം നടന്നത് കൊല്ലത്ത്. പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം കൊലപാതക വിവരം പ്രതി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയായിരുന്നു. തുടർന്ന് പ്രതി ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങി. കുടുംബ വഴക്കുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഭർത്താവിന്റെ ശല്യം കാരണം ശാലിനി കഴിഞ്ഞ കുറച്ചു കാലമായി ഇവരുടെ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് പ്രതിയായ ഐസക്ക വീട്ടിലെത്തി ശാലിനിയെ ആക്രമിച്ചത്. സംഭവ സമയത്ത് ശാലിനിയുടെ 2 മക്കളിൽ ഒരാൾ സമീപത്തുണ്ടായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഭാര്യയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഐസക് ഫേസ്ബുക്ക് ലൈവിൽ ആരോപിച്ചു. ഭാര്യ താനറിയാതെ സ്വർണം പണയം വെച്ചതായും സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതായും ഇയാൾ ലൈവിലൂടെ വെളിപ്പെടുത്തി. പിണങ്ങിപ്പോയ ശാലിനി അമ്മയോടൊപ്പം കഴിയുകയായിരുന്നുവെന്നും ഐസക് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. കാരണം വീട്ടിലിരുന്ന സ്വർണം പണയം വെച്ചതും ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ ഇരുന്നതുമാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ ക്യാൻസർ രോഗിയാണ്. അവൾ ആഡംബര ജീവിതം നയിക്കാൻ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. ധിക്കാരപരമായാണ് പെരുമാറുന്നത്. ജോലിക്ക് പലയിടത്തും മാറി മാറി പോകുന്നു. അതിന്റെ ആവശ്യമില്ല എന്നും ഐസക് വീഡിയോയിൽ പറഞ്ഞു. ശാലിനി ഒരു സ്കൂളിൽ ആയി ജോലി ചെയ്യുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഐസക് നടത്തിയ ഫേസ്ബുക്ക് ലൈവിൽ കൊല്ലപ്പെട്ട ശാലിനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്.